ക്രൈസ്തവർ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. വരാനുള്ളവർ തങ്ങളെക്കാൾ പ്രകാശിതരായിരിക്കും എന്നാണ് ഓരോ കാലത്തിലെയും ആചാര്യന്മാർ വിശ്വസിച്ചിരുന്നത്. അവരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും തങ്ങൾക്ക് അർഹതയില്ലെന്ന് യോഹന്നാനെ പോലെ അവർ വിനയം പറഞ്ഞു. നാളെ കുറെ കൂടി നല്ലതാകും എന്ന സ്നേഹഭാവനയിൽ നിന്ന് തളിർത്തതാണ് ഈ പ്രത്യാശവദസ്സുകൾ. ബുദ്ധധർമ്മത്തിൽ അത് വരുവാനിരിക്കുന്ന മൈത്രേയനാണ്. അടിമുടി സൗഹൃദത്തിലും സ്നേഹത്തിലും മുഗ്ധനായി നിൽക്കുന്നയാൾ എന്നാണ് ആ വാക്കിൻ്റെ വാചികാർത്ഥം പോലും. അതുകൊണ്ട് തന്നെ പല കാലങ്ങളിൽ പലരും മൈത്രേയന്മാരായി സങ്കല്പിക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും യഹൂദർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് നാം വായിക്കുന്നത്. കാത്തിരിക്കുന്ന രക്ഷകൻ, വരാനിരുന്ന രക്ഷകൻ നമ്മോടുകൂടെ തന്നെയുണ്ടെന്നറിഞ്ഞിട്ടും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തമ്പുരാന്റെ നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്താൻ മാത്രം ആ നാട്ടിൽ വെള്ളപൂശിക്കൊണ്ടിരുന്നവർ എന്നും സന്നദ്ധരായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന മുന്നറിയിപ്പാണ് ക്രിസ്തു അവർക്ക് നൽകുന്നത്. മുന്നറിയിപ്പ് എന്നതിനേക്കാൾ ഉപരി ശക്തമായ ഒരു താക്കീതാണത്. ദൈവമയച്ച പുത്രൻ ഭൂമിയിലേക്ക് മനുഷ്യരക്ഷയ്ക്ക് ഇറങ്ങി വന്നിട്ടും അവനെ അംഗീകരിക്കാത്തതിനുള്ള അവൻ്റെ വിയോജിപ്പാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സ്വഭാവം ഏവരെയും ചേർത്തണയ്ക്കുക എന്ന് തന്നെയായിരുന്നല്ലോ. അവൻ ഏവരെയും കൂടെ നിർത്താൻ ശ്രമിച്ചു. എന്നാൽ നാട്ടിലെ പ്രമുഖർ എന്ന് സ്വയം വിശേഷിക്കപ്പെടുന്ന ഫരിസേയരും നിയമജ്ഞരും ചില യഹൂദ പ്രമാണികളും അധികാരക്കൊതിയിൽ ഭ്രമിച്ച് സ്വയം രാജാവായി വിശേഷിപ്പിച്ചു. അല്ല, ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന് തക്കം പാർത്തിരുന്ന യേശുവിൻ്റെ ഭാഷയിൽ കുറുക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വെള്ളയടിച്ച കുഴിമാടങ്ങൾ. ചിലർക്കൊക്കെ ഒരു ചോദ്യം ഉയർന്നേക്കാം, ഇവരെ ചേർത്ത് നിർത്തുവാനുള്ള യേശുവിൻ്റെ ശ്രമങ്ങളൊക്കെ വിപുലമായിരുന്നില്ലേ എന്ന്. ലോ ഓഫ് വേസ്റ്റ് എഫേർട്ട് എന്നൊരു വിചാരമുണ്ട്. ജീവജാലങ്ങളിൽ എല്ലാം പ്രബലമായ സവിശേഷതയാണത്. ജീവിതം തിരയുന്ന മൂല്യമുള്ള ഒന്നും അത്ര എളുപ്പത്തിൽ ഒരാളെയും തേടി വരുന്നില്ല. ആത്മനിന്ദയില്ലാതെ തോൽവിയെ കാണുകയാണ് പ്രധാനം. ഒരു ഊഹക്കച്ചവടം ഇങ്ങനെയാണ്. സിംഹം അതിൻ്റെ ഇരയെ തേടുമ്പോൾ 75% ശ്രമങ്ങളും പാഴായി പോവുക തന്നെയാണ്. ഒരു മൃഗവും ഒരു ജീവിയും അതിൻ്റെ പാഴായി പോകുന്ന ശ്രമങ്ങളിൽ തളർന്നു പോകുന്നില്ല. ചൂണ്ടയിടുന്ന ഒരാളുടെ കുളത്തിൽ നട്ടുച്ചയ്ക്ക് ഒരു മീൻകൊത്തി. അതിൻ്റെ അർത്ഥം പുലരി തൊട്ട് അയാൾ ചെലവഴിച്ച ഏകദേശം 6 മണിക്കൂർ വെറുതെ ആയിരുന്നു എന്നല്ല. അതും കൂടി ചേർന്നാണ് ഈ മുഹൂർത്തം. പെയ്യുന്ന മഴയിൽ കൂടുതലും കടലിലേക്കാണ് പെയ്തിറങ്ങുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? വിത്തുകളിൽ നല്ലൊരു പങ്കും കിളിയുടെ അന്നമായാണ് മാറുന്നത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഒരാൾ മിഴിപൂട്ടിയതിൻ്റെ പോലും ഇങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്തും ക്രിസ്തു പറയുന്ന ദൈവീയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം അന്നാട്ടിൽ യഹൂദർക്ക് പോലും ഇല്ലായിരുന്നു. ഒടുവിൽ അവൻ ജീവിച്ച് മാതൃക നൽകി, മരിച്ച് സാക്ഷ്യം നൽകി. യേശുവിൻ്റെ ശ്രമങ്ങളൊന്നും വിപുലമായിരുന്നില്ല. വിജയത്തിലേക്കുള്ള ചെങ്കൊടികളായിരുന്നു അവ. ധീരനേതാവിൻ്റെ വാക്ചാതുരിയായിരുന്നു ക്രിസ്തുവിൻ്റെ ഓരോ പ്രസംഗങ്ങളും. 3 വർഷം ജനങ്ങൾക്കിടയിൽ പരസ്യമായി ജീവിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി തന്നെ ഏത് കൈകളാണോ ഈ ഭൂമിയിലേട്ടേക്ക് അയച്ചത്, അതേ പാവനമായ കൈകളിൽ തന്നെ ആത്മാവിനെ സമർപ്പിച്ചു മടങ്ങിയ ക്രിസ്തുവിൻ്റെ മനോവീര്യം അന്നാളുകളിൽ എന്നല്ല ഇന്നും ആർക്കുമില്ല. നമ്മുടെ സമയം ആഗതമാകുന്നു. ഈ തപസ്സുകാലം അതിന് അനുയോജ്യമായ ഒരുക്കത്തിൻ്റെ കാലമാണ്. ഒടുവിൽ നമുക്കും പറയാം, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.